നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് DRS ധോണി റിവ്യൂ സിസ്റ്റം എന്നൊക്കെ തമാശക്ക് കയറ്റി പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ നേരത്തെ കണക്ട് ചെയ്തതുപോലെ അപ്പീൽ ചെയ്തതുപോലെ പുള്ളിയുടെ ചില തീരുമാനങ്ങൾ, ചില അപ്പീലുകൾ, ഡിസിഷൻ എങ്ങനെയാണ് ശരിക്കും നോക്കി കാണുന്നത് ആ ഒരു അമ്പയർ നിൽക്കുമ്പോൾ? പ്രിപ്പറേഷൻ പുള്ളിക്കാരൻ ആലോചിച്ച് വരുന്ന ഒരു ആളൊന്നുമല്ല. പുള്ളിക്കാരൻ ഈ ടീം മീറ്റിങ്ങും അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പുള്ളിക്കാരൻ ആ സമയത്ത് നടക്കുന്നത് വെച്ചിട്ട് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. സോ അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള സക്സസ് റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ കൊടുക്കണം, ബോളിംഗ് കൊടുക്കണം, അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ആർക്കെങ്കിലും ഒരു ബോളിംഗ് ചേഞ്ച്, ഫീൽഡിംഗ് ചേഞ്ച്. ഇപ്പോൾ നമ്മൾ ഒരു മാച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളോഡ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 8-9 കൊല്ലം മുമ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫീൽഡർ ബോളറിന്റെ ബാക്കിൽ അല്ല അവിടെ തന്നെ ക്യാച്ച് അടിച്ചു കൊടുത്ത് ഔട്ട് പോയി. അപ്പം നമുക്കത് നമ്മൾ കാണുമ്പം ഇവിടെ ഒരു ഫീൽഡറാണ്, അങ്ങനത്തെ ഒരു തോന്നലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, പക്ഷേ പുള്ളിക്കാരൻ്റെ ഈ ഗെയിമിനോട്ടുള്ള ഒരു അസസ്മെൻറ്റ് അത് അൺബിലീവബിളാണ്. അത് ഓരോരോ പ്ലെയറിൻ്റെ അടുത്തായാലും ബോളറുടെ അടുത്തായാലും പുള്ളിക്കാരൻ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവനെ ഞാൻ എന്ത് എറിയിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും, ഈ ബാറ്റ്സ്മാൻ എന്ത് എറിയണം, ഏത് ബോളർക്കാണ് ഈ ഒരു പ്രത്യേക ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബോളർക്കാണ് ഏറ്റവും ബെസ്റ്റ് ചാൻസ് പുള്ളിക്കാരൻ്റെ ടീമിലുള്ള അത് പുള്ളിക്കാരൻ അത് പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ എറിഞ്ഞോ, അതിൽ എത്ര റണ്ണ് പോയി കഴിഞ്ഞാലും പുള്ളിക്കാരന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവിടെ എറിഞ്ഞ് പോയാൽ മതി. സോ അങ്ങനത്തെ അതും ഒരു അകത്ത് തീർച്ചയായിട്ടും ഇമോഷൻസ് ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അത്രയും പേഴ്സണലായിട്ടൊന്നും എനിക്കറിയില്ല. നമ്മൾ കളി കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇമോഷൻസ്, ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒന്നും തന്നെ പുറത്തറിയാം. ഒരു ഇമോഷൻസും നമ്മൾ നിൽക്കുന്ന സമയത്ത് അയാൾ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കാമായിട്ടാണോ, അല്ലെങ്കിൽ അകത്തെന്തെങ്കിലും കിടന്ന് ഓടുന്നുണ്ടോ, ഒന്നും വെളിയിൽ കാണുന്നതിൽ ഒരു ബുദ്ധൻ്റെ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല, കൂളായിട്ട് ഇപ്പം മറ്റേ ടീം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 ഓവറിൽ 200 ആയി കഴിഞ്ഞാലും ഒരേപോലെ തന്നെയാണ്. ഒരു 7 വിക്കറ്റ് പോയി കിടക്കുകയാണ്, 100-ന് 7 ആയാലും പുള്ളിക്കാരൻ വളരെ റെയറായിട്ട് പുള്ളിക്കാരൻ്റെ ഇമോഷൻസ് എന്തെങ്കിലും കാണിക്കുന്ന വളരെ റെയറാണ്. അപ്പം അങ്ങനെ ഇത്രയും കൊല്ലം അതും കാണികളായിട്ടുള്ള ഒരു കണക്റ്റ്. ഇപ്പോൾ 40-41 വയസ്സിൽ വെറുതെ ബാറ്റിംഗ് ഇറങ്ങാൻ വരുന്ന ആ ഒരു കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇറങ്ങി നടന്നു പോകുന്ന ക്രൗഡിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആവേശം, അത് അൺബിലീവബിളാണ്. 41 വയസ്സ് 42 വയസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ IPL വരുന്ന സമയത്തും ലാസ്റ്റ് ഓവറിലൊക്കെയാണ് വരുന്നത്. ഒരു 19-20 ഓവറൊക്കെ ആകുമ്പോൾ 2 ബോളൊക്കെയാണ്, അതിലൊരു 4 വന്നാലായി 6. പക്ഷേ അത് കാണാനായിട്ടും ആ ടൈമിൽ അതൊരു അൺബിലീവബിൾ കണക്റ്റാണ്. അത് പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് പറഞ്ഞാൽ പ്രായമായവരും ഫാൻസാണ്, ഇപ്പം പ്രായം കുറഞ്ഞവരും ഫാൻസാണ്. അതും ഇപ്പം ഒരു മാച്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് RCB ചെന്നൈ ഇവരെ സൂപ്പർ കിങ്സിൻ്റെ മാച്ച് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അത് മൊത്തവും ഒരു ഭാഗം മാത്രമേ ഉള്ളൂ യെല്ലോ കളർ ഇട്ടിട്ടുള്ള, ബാംഗ്ലൂരിൽ വെച്ചിട്ട് കളി. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും RCBയുടെ ചുവന്ന ഈ ഇതിട്ടിട്ട് കുപ്പായം അണിഞ്ഞിട്ട് ഉള്ള ഇതിലാണ് നിൽക്കുന്നത്. ഈ ധോണി വരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും അകത്ത് ഒരു കുപ്പായം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു കുപ്പായം വെച്ചിട്ടുണ്ട് റെഡിയായിട്ട്. ധോണി ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് സ്റ്റേഡിയം മൊത്തവും മഞ്ഞ കളറായി. എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണുമ്പോഴാണ് അത് കാണുമ്പോഴാണ് അത് തോന്നുന്നത്. ഇത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ട് ഭയങ്കരമാണ്. ഈ ഇദ്ദേഹത്തിന്റെ സ്റ്റമ്പിങ് സ്പീഡും ഈ പറഞ്ഞ പോലെ നമ്മൾ അമ്പയർ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡ് അമ്പയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ജഡ്ജ്മെന്റ് പ്രയാസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? പുള്ളിക്കാരൻ്റെ മീൻസ് സ്പീഡ് എന്ന് പറയുന്നത് ബാക്കിലോട്ട് എടുക്കുന്ന നോർമൽ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യും. പുള്ളിക്കാരൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നോർമലി തെറിച്ചാണ് പോകുന്നത്. ഞാനിപ്പം ചെയ്യുന്ന സമയത്ത് ബോളിന്റെ അടുത്തോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ തട്ടി തെറിക്കും, മുമ്പോട്ട് പോകും. അതെ. പക്ഷെ പുള്ളിക്കാരൻ അതിൽ എന്തോ ഒരു സൂപ്പർ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ ബോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങോട്ട്, അപ്പോൾ അതിൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ഈ ബോൾ കയ്യിൽ വരുന്നതും തട്ടുന്നത് ഒരു സ്പീഡിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെയാണ് ഈ സ്റ്റമ്പിങ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ബാറ്റ്സ്മാൻ്റെ കാല് ജസ്റ്റ് പോയിട്ട് വരുന്ന അല്ലെങ്കിൽ എയറിൽ പൊങ്ങിയിട്ട് തിരിച്ച് വരുന്നതിന് മുമ്പിൽ സ്റ്റമ്പിങ് പോയി കാണും. അതിൻ്റെ സ്പീഡ് വല്ലാത്തൊരു സ്പീഡ് തന്നെയാണ്. അതെ. ഈ TV അമ്പയറിംഗ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ ഒരു നമ്മൾ റിവ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ബിഗ് സ്ക്രീനിൽ വരുന്ന സമയത്ത് ഡയറക്ടർ TV അമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പറഞ്ഞ പോലെ എല്ലാ കളിയിലും സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ശ്രീലങ്കയിൽ നിന്ന് ആളുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട്, അതേപോലെ ബംഗ്ലാദേശിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഇപ്പം ഇവർ ഓരോരാൾ ഓരോരോ
കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മനസ്സിലാക്കാനും എന്ന് പറഞ്ഞാൽ ഓൺ ഫീൽഡിൽ നിന്ന് ഞാനിപ്പോൾ TV അമ്പയർ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ICC വന്നിട്ട് ഒരു സെറ്റ് പ്രോട്ടോകോൾ, അതിൽ എല്ലാ വാക്കുകളും അങ്ങനെയല്ല, എവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ TV ഡയറക്ടറിന് അവർക്ക് ഇപ്പം പെട്ടെന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഒരു ക്യാച്ചിൻ്റെ ഒരു റിവ്യൂ ആണ് വരുന്നത്, ക്യാച്ച് പിടിച്ചോ പിടിച്ചില്ല എന്നുള്ള. അപ്പോൾ അത് ക്യാച്ച് ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ അത് നോ ബോൾ ആവാൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ നോ ബോളിൽ നിന്ന് വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ. സോ ആ പ്രോട്ടോകോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ക്യാച്ചിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട്, ഞാൻ നോ ബോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് ഡയറക്ടറിൻ്റെ അടുത്ത് പറയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ നോ ബോളാണ് നമ്മൾ നോക്കുന്നത്, എന്നാലേ നമുക്ക് ക്യാച്ചിനോട്ട് മുന്നിലോട്ട് പോകാൻ പറ്റും. സോ അതിൽ ആ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ തന്നിരിക്കുന്നത്. അത് എല്ലാ അമ്പയർമാരും ഒരേപോലെ ഫോളോ ചെയ്തേ പറ്റൂ. അത് കൃത്യമായിട്ട് നമ്മൾ ഈ ട്രെയിനിങ് സമയത്ത് പഠിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതെ അതെ. ഈ ഇതിനകത്തൊരു ഇംഗ്ലീഷ് സ്കിൽ എത്രത്തോളം ആവശ്യമാണ് ഒരു അമ്പയർ? ഒരു ബേസിക് സ്കില്ല് മതി, എന്നാലും വേണം. ഇതിൽ ഒരു സ്റ്റേജിന്റെ മുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പണ്ടാണെങ്കിൽ ആ മുറിക്കകത്ത് മാത്രമേ ഇരിക്കുമായിരുന്നു. ഇതിപ്പം എല്ലാം പബ്ലിക്കിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകൾ, നമ്മുടെ ഇപ്പം എൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ല, അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സറിൽ എൻ്റെ മാതൃഭാഷയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇംഗ്ലീഷിൽ പോയിട്ട് എന്നിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ വാക്കുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്യാച്ച് പിടിച്ച്, നമ്മളിപ്പോൾ പല സമയത്തും കണ്ടിട്ടുണ്ടോ, ബാറ്റിൽ കൊണ്ടുപോയില്ല അറിയില്ല, ക്യാച്ച് പിടിച്ചോ പിടിച്ചില്ലേ എന്നുള്ള അറിയില്ല. അപ്പം നമ്മുടെ ഇപ്പം നോർമൽ ഒരു കൊളോക്കിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ തിങ്ക് ഇറ്റ് ഹസ് ക്യാരിഡ് എന്നുള്ള, നമ്മൾ എനിക്ക് തോന്നുന്നു ക്യാരി ചെയ്തു എന്നുള്ള. പക്ഷെ ആ തിങ്കിൻ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ സംശയം വന്നു കഴിഞ്ഞു, അപ്പോൾ നോട്ട് ഔട്ട് കൊടുക്കും. അപ്പോൾ ഒരു ടീം നിങ്ങൾക്ക് ഒരു സംശയം വന്നില്ല, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നീട് ഔട്ട്, നമുക്ക് പിന്നീട് ആ വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസിഷനെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് ക്യാരി ചെയ്തു, കുറച്ച് കഴിഞ്ഞ് വേറൊരു ആംഗിൾ വരുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അത് സംശയമൊന്നുമില്ല, സംശയം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് സംശയം തന്നെയാണ്. ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ഇംഗ്ലീഷിൽ വരുന്ന സമയം നമ്മുടെ പ്രോസസ്സറിൽ ഒരു സമയം നമ്മളാ. അപ്പോൾ അത് തിങ്ക് ചെയ്ത് കിട്ടാനായിട്ടുള്ള, ഇപ്പം ഫോറിൻ നമ്പേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ നമ്പേഴ്സിനാണെങ്കിൽ അവരെ മാതൃഭാഷ ഇംഗ്ലീഷിലാണ്. സോ അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും, നമ്മൾ കുറച്ചും കൂടെ വർക്ക് ചെയ്ത് കിട്ടണം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരുപാട് പറഞ്ഞാൽ ഈ കേംബ്രിഡ്ജ് മറ്റേ ഈ ശശി തരൂർ സംസാരിക്കുന്ന മാതിരി ഇംഗ്ലീഷ് ഒന്നും വേണ്ട, അങ്ങനത്തെ വാക്കുകൾ മറ്റേ കട്ടികൂടിയ വാക്കുകളൊന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൽ. പക്ഷെ നമുക്ക് എവിടെ യൂസ് ചെയ്യണം, ഏത് വാക്ക് യൂസ് ചെയ്യണം, നമ്മൾ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ സംസാരിക്കുന്ന രീതി, സ്പീഡ് എല്ലാം അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള. ഈ സെലക്ഷൻ പ്രോസസ്സും വരുന്ന സമയത്ത് ഒരു BCCയുടെ ഒരു കോമൺ ഒരു സംശയമാണ് ഈ അവരുടെ ഒരു വിലയിരുത്തൽ, ആ ബോർഡിന്റെ ഒരു തീരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അല്ല, അവർ ഇതിൽ ശരിക്കും ഈ ഇപ്പം നമ്മുടെ ഒരു ഇതിൽ വരുന്ന സമയത്ത് തന്നെ നമ്മളൊരു 20 പേര് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ടീം എടുക്കുകയാണ്. ഇപ്പം ഈ ലോകകപ്പിൻ്റെ ടീം തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോർമലി എല്ലാവരുടെയും ഇമോഷൻസ് ഹൈ ആണ്. ഇപ്പം സഞ്ജുവിനെ എടുത്തില്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ ഡൗൺ ആണ്. നമ്മൾ സഞ്ജുവിനെ എങ്ങനെ എടുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം സഞ്ജു കളിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ 4 പേര് പുറത്തിരിക്കുകയാണ്. സോ അവരിപ്പോൾ റിങ്കു സിംഗ് കളിക്കുന്നില്ല. ഇപ്പൊ റിങ്കു സിംഗിന് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? സെയിം. ഇപ്പൊ സഞ്ജുവിന് എന്താണോ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉണ്ടോ അത് തന്നെയാണ് റിങ്കു സിംഗിന്റെ മനസ്സിലും വരുന്നത്. അത് നമ്മുടെ ടീമിൽ അത്രയും പ്ലേയേഴ്സ് ഉണ്ട്, പെർഫോം ചെയ്യുന്ന അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ലക്ക് വേണം.